ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് കേട്ട TVS ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്കൊരു ചോദ്യം ചോദിക്കുന്ന രീതി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 5 ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ശരി ഉത്തരം കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം. വളരെ ബേസിക് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ അതുപോലെ തന്നെ ഗെറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നോക്കിക്കേ, റോക്കറ്റ് വിക്ഷേപണം. അപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് അവിടെ ഏത് ശാസ്ത്ര നിയമമാണ് ഉപയോഗിക്കുന്നത്? ഓംസ് നിയമമാണോ, ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമമാണോ, ന്യൂട്ടൻ്റെ 2-ാം ചലന നിയമമാണോ, ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമമാണോ? മറ്റു നിയമങ്ങളൊക്കെ മറന്നാലും നമ്മൾ മറക്കാത്ത ന്യൂട്ടൻ്റെ ഏത് ചലന നിയമമാണ്? ഏതാണ്? ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം. എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട് എന്നുള്ള സംഗതി ബാക്കിയൊക്കെ നമ്മൾ മറന്നാലും നമുക്ക് ഓർമ്മയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, റോക്കറ്റ് വിക്ഷേപണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ഇതുപോലെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് ഓടിയെത്തും. ഇതൊന്നും നോക്കാതെ ഒന്നും പഠിക്കാതെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ ടച്ചിലിരിക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ നിൽക്കും. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ്. അപ്പോൾ മണ്ണ്, പലതരം മണ്ണുകളെക്കുറിച്ചും പിന്നെ അതിൻ്റെ ലഭ്യതയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണ് ഇവിടെ. എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ജലസംഭരണ ശേഷി എത്രമാത്രം, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിട്ടുള്ള മണ്ണ് ഈ കൂട്ടത്തിൽ ഏതാണ്? എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കളിമണ്ണ്. കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. എന്നാൽ മണ്ണിനങ്ങളുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചവർക്ക് കൂടുതലൊന്നും ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല. ഏത് മണ്ണിനാണ്? കളിമണ്ണിനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുക, ജലസംഭരണ ശേഷി കൂടുതലായിട്ട് ഉള്ളത്. അതുപോലെ പരുത്തി കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് ഇതെന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കി വെക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് അറിഞ്ഞിരിക്കുക, കേരളത്തിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ കേരളത്തിലെ മണ്ണിനങ്ങൾ അത് എത്രമാത്രം, ഏതാണ് കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, ഏതാണ് കുറച്ചുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതൊക്കെ ഫാക്റ്റായിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അന്നജം കൂടുതലുള്ള ആഹാര പദാർത്ഥം. അപ്പോൾ നമുക്ക് കേട്ടിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ ഓരോ ഫുഡിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്, പിന്നെ ഈ കാര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പോഷകങ്ങളുടെ അപര്യാപ്തത കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് രോഗങ്ങൾ? ഇതൊക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഓരോ നമുക്ക് അറിയണം. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് അപര്യാപ്ത രോഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇത് ഇന്ന വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു രോഗം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കാം. അപ്പോൾ ഇവിടെ എന്താണ് അന്നജം കൂടുതലുള്ള ആഹാര പദാർത്ഥം ഈ കൂട്ടത്തിൽ ഏതാണ്? മുട്ട, തിന, കോഴിയിറച്ചി, മോര്. അപ്പോൾ ഏതിലാണ് അന്നജം കൂടുതലായിട്ടുള്ളത്? തീർച്ചയായിട്ടും മനസ്സിലാക്കാം, തിനയിലാണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ട് കൂട്ടത്തിൽ എവിടെയാണ് കൂടുതൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും കണ്ടെത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ എന്താണ്, തിനയിലാണ് കൂടുതലായിട്ട് ഈ കൂട്ടത്തിൽ അന്നജം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ഭക്ഷ്യശൃംഖലയിലെ സസ്യാഹാരികൾ ഏത് ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ പെടുന്നു? ഭക്ഷ്യശൃംഖല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സസ്യാഹാരികൾ എന്ന് പറയുമ്പോൾ അറിയാലോ, സസ്യാഹാരമാക്കുന്നവർ ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ എവിടെയാണ് പെടുന്നത്? നോക്കാം. വിഘാടകരാണോ, തൃതീയ ഉപഭോക്താക്കളാണോ, പ്രാഥമിക ഉപഭോക്താക്കളാണോ, ദ്വിതീയ ഉപഭോക്താക്കളാണോ? സസ്യാഹാരികൾ എന്ന് പറയുമ്പോൾ നേരിട്ട് അവരെന്താ ചെയ്യുന്നത്? ഒരു പ്ലാന്റ് പ്രോഡക്ട്സിനെ നേരിട്ട് കൺസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ എന്താണ് പറയുക? പ്രാഥമിക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. അവരെ ഭക്ഷിക്കുന്നവരാകുമ്പോഴത്തേക്ക് ആരാവും? അടുത്ത ലെവലിലോട്ട് പോകും. ദ്വിതീയ ഉപഭോക്താക്കൾ, സെക്കൻഡറി കൺസ്യൂമേഴ്സിലോട്ട് പോകും. എന്നാൽ ചെടികൾ, സസ്യങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? അവർ പ്രൊഡ്യൂസേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. സിമ്പിൾ ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഫാക്റ്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കാവുന്നതല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏതാണ്? മത്തി, കരിമീൻ, അയല, ചെമ്മീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം, അതേപോലെ സംസ്ഥാന ഫലം, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് EVS സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല. അപ്പം എന്താണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത്? കരിമീനാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ചോദ്യങ്ങളിൽ എത്ര നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.